രാജ്ഭവനിൽ കഴിഞ്ഞ ആഴ്ച RSS സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുമൂർത്തി ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് സിന്ദൂർ വിഷയമാണ് പറഞ്ഞതെങ്കിലും പല രാഷ്ട്രീയമാണ് അതിനകത്ത് പറഞ്ഞത്. അത് സി മുതൽ സിയിൽ അസ്വാഭാവികം കാണുന്നുണ്ടോ? തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്നൊരു പരിപാടി പോലെയായിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞത് കേരള ഗവർണറെക്കുറിച്ചും രാജ്ഭവനെക്കുറിച്ചുമാണ്. പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്ഭവനിൽ നടത്തിയ ഒരു പരിപാടിയാണ്. രാജ്ഭവനിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് മുഖ്യ പ്രഭാഷകനായിട്ട് ഒരു ഒരു മുഖ്യമായ RSSകാരനെയാണ് അവർ പരിപാടിക്ക് വേണ്ടി മുഖ്യ പ്രഭാഷകനായിട്ട് രാജ്ഭവൻ തീരുമാനിച്ചത്. ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള രാജ്ഭവനിലും ഗവർണറുടെ ഔദ്യോഗിക വസതിയിലും ഒരു RSSകാരൻ കയറി എന്നുള്ളത് ഒരു മുഖ്യ പ്രഭാഷണം, അവിടുത്തെ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു RSSകാരനെ വിളിച്ചു എന്നുള്ളത് അന്ന് തന്നെ വലിയ വിവാദമായിരുന്നു. അതിനുശേഷം പിന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് മുഖ്യമന്ത്രി വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി നമുക്കൊന്നുകൂടെ കാണാം. രാജ്ഭവനിൽ കഴിഞ്ഞ ആഴ്ച RSS സൈദ്ധാന്തികനായിട്ടുള്ള ഗുരുമൂർത്തി ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് സിന്ദൂർ വിഷയമാണ് പറഞ്ഞതെങ്കിലും പല രാഷ്ട്രീയമാണ് അതിനകത്ത് പറഞ്ഞത്. അത് സി മുതൽ സിയിൽ അസ്വാഭാവികം കാണുന്നുണ്ടോ? തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്നൊരു പരിപാടി പോലെയായിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, രാജ്ഭവനിൽ വിളിച്ച് കയറ്റേണ്ട ആളല്ല, ഒരു RSSകാരനെ വിളിച്ച് കയറ്റേണ്ട ഇടമല്ല രാജ്ഭവനെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് ഒരു പദവിയാണ്, ഒരു ഭരണഘടനാ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ പദവിക്കൊത്ത രീതിയിലായിരിക്കണം പെരുമാറേണ്ടതും എന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇതിന് മറുവാദമായിട്ട് വേണമെങ്കിൽ പറയാം, ഇപ്പോഴത്തെ സംസ്ഥാന ഗവർണർ, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മഹാരാഷ്ട്രയിലെയും ഗോവയിലെയും പ്രമുഖനായ RSSൻ്റെ നേതാവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് മറ്റൊരു മറുവാദം കൂടിയുണ്ട്. ഗവർണർ എന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ പദവിയാണ്. അതുകൊണ്ട് തന്നെ ആ പദവിയുടെ അന്തസ്സത്തയ്ക്ക് അനുസരിച്ച് പെരുമാറിയേ പറ്റുമെന്ന് ഇതിന് മറുവാദമായിട്ട് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ പോലും ഒരു വിവാദമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല അതിനെക്കുറിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷാവിൻ്റെ മറുപടി ഉണ്ടായിരുന്നു. പിന്നെ സംസ്ഥാനത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ചോദ്യമുണ്ടായിരുന്നു. അതിനും അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രിയോടും ചോദിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഗവർണറുമായിട്ട് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരെ ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ ഗവർണറെ വിമർശിച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി എന്ന് എടുത്തു തന്നെ പറയാം. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കണ്ടിട്ടുള്ളത് നമുക്ക് എടുത്തു തന്നെ പറയാം. എന്തൊക്കെയായാലും മറ്റ് ബില്ലുകളിലേക്കുള്ള ബില്ല് പിടിച്ചു വെക്കുന്ന സംഭവത്തിലേക്കൊന്നും മുഖ്യമന്ത്രി ഇതുവരെ പോയിട്ടില്ല. നിലവിൽ ഈ ഒരു വിഷയത്തിൽ മാത്രം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഭാഷണത്തിൽ മുഖ്യപ്രഭാഷകനായിട്ട് RSSൻ്റെ നേതാവിനെ വിളിച്ചതിലാണ് മുഖ്യമന്ത്രി അതൃപ്തി പരസ്യമായിട്ട് പ്രകടമാക്കിയിട്ടുള്ളത്. പുതിയ ഗവർണർ വന്നതിന് ശേഷം, പുതിയ ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് ഇത്തരം പരസ്യമായിട്ടൊരു അതൃപ്തി പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ കാര്യമാണ്. എന്തൊക്കെയായാലും ആ പ്രഭാഷണത്തിന് RSSകാരനെ വിളിച്ചതിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ സംസ്ഥാന സർക്കാരും അറിയിച്ചിരിക്കുകയാണെന്ന് എടുത്തു തന്നെ നമുക്ക് പറയാം.